മലപ്പുറം നിലമ്പൂരിൽ കാലിന് പരുക്കേറ്റ നിലയിൽ കാട്ടാന ജനവാസ മേഖലയിൽ. നാട്ടുകാർ തുരത്താൻ ശ്രമിച്ചെങ്കിലും കാടിനോട് ചേർന്നുള്ള പോലീസ് ക്യാമ്പിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ് ആന. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെ നിലമ്പൂർ കോവിലകത്ത് മുറിക്ക് സമീപം ചാലിയാർ പുഴയുടെ തീരത്താണ് ഈ ഒരു കാട്ടാനയെ നാട്ടുകാർ കാണുന്നത്. തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ച് ആനയെ ഓടിക്കുകയായിരുന്നു. അപ്പോൾ ആന വളരെ അവശ്യ നിലയിൽ സാവകാശമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആനയുടെ പിറകുവശത്തെ വലതു കാലിന് പരുക്കേറ്റ നിലയിലാണ് ആനയുടെ നിലവിലെ സ്ഥിതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ വനംവകുപ്പ് ഒക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആന നിലവിൽ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പോലീസ് ക്യാമ്പിന്റെ ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. RRT അംഗങ്ങൾ ഒക്കെ തന്നെ ഈ ഭാഗത്തേക്കും നിലവിൽ എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അടിയന്തരമായി ചികിത്സ നൽകി ഉൾക്കാട്ടിലേക്ക് തിരിച്ചേക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ഈ ആനയ്ക്ക് പരിക്കുള്ളതിനാൽ ആന സ്വയം ഈ കാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അക്രമം അഴിച്ചുവിടുമോ എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പേടി. നേരത്തെ ഈ ആന കഴിഞ്ഞ ഏതാനും ദിവസം മുന്നെയാണ് ചാലിയാർ പുഴയിൽ കുളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതിന് പിന്നാലെ വനംവകുപ്പ് തന്നെ ജാഗ്രതയിൽ കൂടിയായിരുന്നു. നേരത്തെ ഈ കാട്ടാന നിലമ്പൂർ മേഖലയിൽ വീടിന്റെ മതിലടക്കം പൊളിച്ചു വലിയ അക്രമം അടിച്ചുവിട്ട ആന കൂടിയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.